ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ചീപ്പായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മളെ കേരളം പോലെ തന്നെയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഒരു കാര്യം ഒഴിച്ച്, അതായത് നമ്മൾ നോർമലി നമ്മൾ ഡ്രസ്സിൻ്റെ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയിക്കഴിഞ്ഞാലും നമുക്ക് കൂടുതൽ ഹോൾസെയിൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ബംഗാളിലാണ്, അതായത് കൽക്കട്ടയിലാണ് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അല്ല, ആ ലിസ്റ്റിൽ നമുക്ക് ആ ഒരു പേരുണ്ടാവും. പക്ഷേ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നല്ല രീതിയിലൊരു ഡ്രസ്സ് എടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പറയുന്നത്, നമുക്കങ്ങനെ വലുതായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നെയ്ബറോട് ചോദിച്ചപ്പോഴത്തേക്കിൽ അവരൊക്കെ ദുർഗാപൂർ പോയിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 25-30 മിനിറ്റോളം ദൂരം നമുക്ക് പോകാനുണ്ട്. അവരവിടെ ഞങ്ങൾക്കൊരു സിറ്റി സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. പക്ഷേ ഞങ്ങൾ V2 പോയത്, V2 അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നോർമലി മുന്നേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും V2 എന്നൊക്കെയാണ് എടുക്കാറുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഡെയിലി യൂസിനായാലും അല്ലെങ്കിൽ തന്നെ ആയാലും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, പിന്നെ ഇടയ്ക്കൊക്കെ അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ V2 വിചാരിച്ച് പോയതാണ്. പക്ഷേ ഒരേ ബിൽഡിങ്ങിൽ ഓപ്പോസിറ്റ് ആയത് കാരണം നമ്മൾ V2 കയറുന്നതിന് പകരം സ്റ്റൈൽ ബസാറിലായിരുന്നു കയറിയത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു. നമുക്ക് കൂടുതലും സാധനങ്ങളൊക്കെ കിട്ടിയെങ്കിലും ഈ ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മൾ എവിടെയെന്നുള്ള രീതിക്ക് നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത്, ബംഗാളിൻ്റെതായിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, അവർ ബംഗാളിലാണ് അല്ലെങ്കിൽ മുന്നേ ബംഗാളിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പാനഗഡിൻ്റെയും ദുർഗാപൂരിനും ഇടയിൽ, അല്ലെങ്കിൽ അതിന് അടുത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് കിട്ടുന്ന സ്ഥലം ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ടാണ് എടുത്തത്. പിന്നെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൽക്കട്ട പോകണം. കൽക്കട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രം പോകാമെന്ന് പറഞ്ഞാൽ അതത്ര നമുക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും, അങ്ങനെയൊക്കെ. പിന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് കൂടുതലും വാങ്ങിച്ചത്. പക്ഷേ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ, നമ്മളിവിടെ പോയി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. നല്ല രീതിയിൽ ഋഷിക്കും, മെയിനായിട്ട് നമ്മൾ പോയത് ഋഷിക്കും റഹാനും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. എനിക്ക് തൽക്കാലം ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് പോയതാണ്, പക്ഷേ എനിക്കും എടുത്തു, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ മെയിനായിട്ട് പോയത് ഇവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാം അവയ്ക്ക് നോക്കി കണ്ടൊക്കെ എടുത്തു, നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളടുത്ത് അത് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ അവർക്ക് എടുത്ത ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ പിന്നെയും നമ്മൾ പിറ്റേ ദിവസം പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആളുടെ ലീവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. പക്ഷേ പൈസ അവർ റീഫണ്ട് ചെയ്ത് തന്നു. പക്ഷേ പിന്നെ ഒരിക്കലും ഞങ്ങൾ പോയി, എന്നതിന് ശേഷം V2 പോയിട്ടാണ് പിന്നെ എടുത്തത്. അപ്പം ഞാനും എടുത്തു. അത്യാവശ്യം നല്ല നൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സാരി എടുത്തിട്ടുണ്ടായിരുന്നു, 1-2 സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, ഇവിടുത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടമായി. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ആ സമയത്ത് ഡിസ്കൗണ്ട് ഉണ്ടെന്നല്ല, ഉണ്ടാവുമല്ലോ. നമ്മുടെ V2 അങ്ങനെയാണ്, V2 വിശാലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എടുത്തതൊക്കെ ഒന്ന് എന്താ പറയുക, ട്രയലൊക്കെ നോക്കി. അപ്പോൾ ട്രയൽ നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് റഹാനും എല്ലാവരും കൂടെ കയറി വന്ന് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി 3-4 ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റഹാന് സ്കൂളിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് പക്ഷേ മറ്റേ ബാഗിലായതുകൊണ്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മാത്രമായിരുന്നു അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നത്. അവർ വേണ്ടിയിട്ടുള്ള സ്കൂളിലേക്കുള്ള കുറേ കാര്യങ്ങളും ബോക്സ് അങ്ങനെയുള്ള കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ബില്ല് ചെയ്യുന്ന സമയത്ത് ഋഷി അവിടെ ഡോറിൻ്റെ അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് കാഴ്ച കാണുമായിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു V2. അതാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്.
കാരണം ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഓപ്പോസിറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പോൾ എന്തോ ആവട്ടെ, അപ്പോൾ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി പിന്നെ ഇവിടെ ഫേമസ് ആണ്, നമുക്ക് എവിടെ ഏത് സമയത്ത് പോയാലും കിട്ടുന്ന ഒരേ ഒരു കാര്യം ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞൊരു കാര്യം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡ്രസ്സിൻ്റെ ഒരു കാര്യം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെയുള്ള മെറ്റീരിയൽ ആയാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഏരിയ ഏതെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബായ്.